തിരുവനന്തപുരത്ത് റെയിൽവേ പോലീസിനെ ആക്രമിക്കാൻ ശ്രമം. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ക്ലോക്ക് റൂമിന് സമീപം യാത്രക്കാരെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അതിക്രമം. ഉദ്യോഗസ്ഥനെ അസഭ്യം പറയുകയും നെഞ്ചിൽ തള്ളി മാറ്റുകയും ചെയ്തു. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങാനും ശ്രമിച്ചു. അശ്വിൻ ഡിയേഗോ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഈ അക്രമി പിടിയിലായിട്ടുണ്ടല്ലോ നിലവിൽ, അല്ലേ? ഇന്നലെ വൈകുന്നേരം 4:45 കൂടിയാണ് സംഭവം നടക്കുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രഞ്ജിത്തിനാണ് രണ്ടംഗ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ രണ്ടംഗ സംഘം ക്ലോക്ക് റൂമിന് സമീപം ഈ യാത്രക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമായി പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് അവിടെ എത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ രണ്ടംഗ സംഘം ഈ രഞ്ജിത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ അവിടെ നിന്ന് പറഞ്ഞു വിലക്കി അവിടെ നിന്ന് മാറ്റാൻ ഈ രഞ്ജിത്ത് ശ്രമിക്കുന്നതിനിടെ ഈ രണ്ടംഗ സംഘം ഈ രഞ്ജിത്തിന്റെ നെഞ്ചിലേക്ക് തള്ളി മാറ്റുകയും നിലത്തിടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത് ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാനും ഈ സംഘം ശ്രമിച്ചതായി പറയുന്നുണ്ട്. പിന്നീട് ഈ സംഘം അവിടെ നിന്ന് ഒരു ബുള്ളറ്റ് ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഈ വർക്കല പോലീസിലേക്ക് ഈ പരാതി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ബുള്ളറ്റിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതികൾ ജനാർദ്ദനപുരം സ്വദേശികളാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ എങ്ങോട്ടാണ് പോയതെന്നോ ഇവരാരാണെന്നോ സംബന്ധിച്ച ഒരു വ്യക്തമായ രൂപം പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ രണ്ടുപേർ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വർക്കല പോലീസ് ഉള്ളത്. ആര്യ. ഓക്കെ, അശ്വിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്.